ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ഒരച്ഛനാണ്, എനിക്കൊന്ന് ബ്രദറാന്ന് തോന്നുന്നു. ഇതിനെ പറ്റിയിട്ട് ആ എന്നെ ഇവിടേക്ക് ക്യാമറയിലോട്ട് നോക്കാം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ അയച്ചതാണ്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ. അപ്പം ഞാൻ കയറി നോക്കിയപ്പോൾ കണ്ടത് എനിക്കൊന്ന് വൈദികനാണോ ബ്രദറാണോ എന്ന് തോന്നുന്നു. എനിക്ക് പുള്ളി പറഞ്ഞു അപ്പം ബ്രദർ പറഞ്ഞത് പച്ച കുത്തുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പച്ച കുത്തുന്നത് പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പച്ച കുത്തിനെ പറ്റിയിട്ടാണ് ഫാദറാണ് ബ്രദറാണ് പറയുന്നുണ്ടായിരുന്നത്. അപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പച്ച കുത്തിനെ പറ്റിയിട്ട്. അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, ഒന്ന് എക്സോസിസ്റ്റുകൾ പറയണത് മെയിനായിട്ട് ഒരു നമ്മുടെ ഫാദർ ഗബ്രിയേൽ അമോർത്ത്, പ്രശസ്തനായിട്ടുള്ള വത്തിക്കാൻ മുൻ ചീഫ് എക്സോസിസ്റ്റ് ആയിട്ടുള്ള ഫാദർ ഗബ്രിയേൽ അമോർത്ത്, അദ്ദേഹം പറയുന്നത് പച്ച കുത്തുന്നത് സാത്താന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണെന്ന് പറയുന്നത്, നമ്മളിലൂടെ കയറാൻ പറ്റുന്ന. മറ്റൊന്ന് ഫാദർ ചാഡ് റിപ്പർഗർ, അദ്ദേഹം പറയുന്നത് ഫാദർ ചാഡ് റിപ്പർഗറും വളരെ പ്രശസ്തനായിട്ടുള്ളൊരു, കേട്ടിട്ടുണ്ടോ? പ്രശസ്തനായിട്ടുള്ള എക്സോസിസ്റ്റാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇവൻ മിഖായിൽ മാലാഖയുടെ ടാറ്റു പോലും കുത്തുന്നത് പ്രശ്നമാണെന്നാണ് പറയണത്. അപ്പം താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാണ് അച്ഛന്മാർ ഇങ്ങനെ പറയണത്? സത്യം ശരിക്കും ഈ ടാറ്റോയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളിപ്പം യോഗ ചെയ്യുന്ന കാര്യം പറ്റി ചോദിച്ചാൽ, ഇപ്പോൾ ഓണാഘോഷത്തെ പറ്റി ചോദിച്ചാൽ, പിന്നെ വേറെന്താ, യേശു ഏക രക്ഷകനാണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ കുർബാന കൈകൾ സ്വീകരിക്കുന്നതിനെ പറ്റിയിട്ട് ചോദിച്ചാൽ, പിന്നെ വേറെ ഇതൊന്നും കട്ടയില്ല. ഇങ്ങനെ തന്നെ ഇടും. നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ ഒഫീഷ്യൽ വചന പ്രഘോഷമാണ്, ഇത് നമ്മുടെ വ്ളോഗാണ്. അതുകൊണ്ട് ഇതൊന്നും വിഷയമില്ല. നമ്മൾ വലിയ സംഭവമാണെന്നൊന്നും ആൾക്കാർ വിചാരിക്കരുത്, നമ്മൾ സാധാരണക്കാരാണ്. ഇത് ഈ 4 കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഈ പരിശുദ്ധ കുർബാന കൈകൾ സ്വീകരിക്കുന്നതിനെ പറ്റിയിട്ട്, യോഗ ചെയ്യുന്നതിനെ പറ്റിയിട്ട്, യേശു ഏക രക്ഷകനാണോ എന്ന് ചോദിക്കുന്നതിനെ പറ്റിയിട്ട്, വിഗ്രഹാർപ്പിത ഭക്ഷണത്തെ പറ്റിയിട്ട്, ഒന്നൂറ് മിസ്സായിപ്പോയല്ലോ, ഈ ടാറ്റു കുത്തിനെ പറ്റിയിട്ട്, ഈ സംഭവങ്ങളെ പറ്റിയെല്ലാം നമ്മൾ മോഡേൺ ആയിട്ടുള്ള വൈദികരോടോ ബ്രദർമാരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഞാനിവിടെ ആരും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ഇങ്ങനെ ചോദിക്കുമ്പം ഇതിനെല്ലാം പറയുന്നൊരു മറുപടി എന്ന് വെച്ചാൽ ഇതെല്ലാം അവരവരെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ്. അത് നിനക്ക് എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിരിക്കും ഇത് പാപമാണോ അല്ലയോ എന്നുള്ളത്. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഇതിനെ ഹെറസി ഓഫ് റിലേറ്റിവിസം എന്നാണ് വിളിക്കേണ്ടത്. അതായത് ഇവിടെ നമ്മളെങ്ങനെയാണ് ഒരു സംഭവത്തെ പാപമാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? നമ്മൾ ദൈവത്തെ വെച്ച് നോക്കിയിട്ടല്ലേ. ദൈവം പരിശുദ്ധനാണ്, ആ ദൈവത്തെ വെച്ച് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇത് പാപമാണ്. എന്തുകൊണ്ട്? ദൈവം അത് പാപമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അതിനപ്പുറത്ത് അപ്പീലുണ്ടോ? ഇല്ല. ദൈവം ഒരു പാപം എന്ന് പറഞ്ഞാൽ പാപം. എന്നാൽ ഞാൻ നേരെ മറിച്ച് ഒരു 10 വ്യഭിചാരം ചെയ്ത ഒരാളെ നോക്കിയിട്ട് ഒരു വ്യഭിചാരം ചെയ്താൽ ഞാൻ പറയുകയാണ് ഓക്കെ ഞാൻ വിശുദ്ധനാണ്. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയത്? ഞാൻ കമ്പയർ ചെയ്യുന്നത് മനുഷ്യനായിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഹെറസി ഓഫ് റിലേറ്റിവിസം ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ടുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ച് വിഗ്രഹാർപ്പിത ഭക്ഷണത്തെ പറ്റിയിട്ട് തിരുവചനത്തിൽ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ തിരുവചനം പറയുമ്പം ഇവരെല്ലാം പറയും അതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ളത്. ഈ വിഗ്രഹാർപ്പിത ഭക്ഷണത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ വിഗ്രഹാർപ്പിത ഭക്ഷണം നിങ്ങൾ വെറും ഭക്ഷണമാണെന്ന് വിചാരിച്ച് കഴിച്ചാൽ മതി, എന്ത് പ്രശ്നമൊന്നുമില്ല. വിഗ്രഹാർപ്പിത ഭക്ഷണം വെറും ഭക്ഷണമാണെന്ന് വിചാരിച്ചാൽ പ്രശ്നമില്ല. എന്നാൽ ഇത് വിഗ്രഹാർപ്പിത ഭക്ഷണമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കഴിക്കുമ്പോൾ ഇത് പാപമാവുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ മരിയമ്മയ്ക്ക് ഒരു ഗ്ലാസ് വിഷം തരാം, ഇത് തേനാന്ന് വിചാരിച്ചിട്ട് കഴിച്ചോ? അപ്പോൾ ഇത് തേനാണെന്നോ ഇത് മിൽക്ക് ഷേക്ക് ആണെന്നോ ജ്യൂസാണെന്ന് വിചാരിച്ചിട്ട് മരിയമ്മ കഴിച്ചത് കൊണ്ട് ഇത് വിഷമല്ലാതായി മാറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതെങ്ങനെയാണ് എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് തെറ്റാണോ പാപം ശരിയാണോ എന്നോ ആയിട്ട് മാറുന്നത്? ഇതാണ് ഹെറസി ഓഫ് റിലേറ്റിവിസം. അതുപോലെ യേശു ഏകരക്ഷകനാണെന്നുള്ള വിഷയത്തിലും
പലരും പല അഭിപ്രായം പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ മോഡേൺ, പക്ഷേ നല്ല നമ്മുടെ ധ്യാനഗുരുക്കന്മാർ അവർക്കൊന്നും ഈ കാര്യത്തിൽ ഒരു എതിരഭിപ്രായമില്ല. എക്സോസിസ്റ്റുകൾക്ക് ഒരു എതിരഭിപ്രായമില്ല. പ്രായമായുള്ള വൈദികർക്ക് എതിരഭിപ്രായമില്ല. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രായത്തിലുള്ള വൈദികരാന്ന് തോന്നുന്നു ഈ ബ്രദർമാർക്ക് ഇങ്ങനൊരു ഇത് കിട്ടാത്തത് ഒരു ബോധ്യം. സെമിനാരിയിലെ ഫോർമേഷൻ എൻ്റെ അടുത്ത്, ഞാൻ അന്ന് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് വൈദികരെ വിളിച്ചതിൻ്റെ അടുത്ത് അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇതൊന്നും പറയാൻ പറ്റത്തില്ല ആശിക്ക്, ഞങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, ഇത് സെമിനാരിയിലെ ഫോർമേഷൻ്റെ പ്രശ്നമാണ്. അതുപോലെ അന്നൊരു ബുക്ക് സ്റ്റാളിൽ അവിടെ അതെ, ഞാൻ ഒരു രൂപതയുടെ ബുക്ക് സ്റ്റാളിൽ പോയപ്പോൾ അവിടെ സെമിനാരി വിദ്യാർത്ഥിയെ പുസ്തകം ഇത് സ്റ്റോളിലുണ്ടായിരുന്നത്. ഞാൻ വെറുതെ ഞാനിങ്ങനെ കാണുമ്പം ഞാൻ ചോദിച്ചു എന്താണ് പേര്, എന്താണ് ചെയ്യുന്നത്. ഞാൻ 6ാം വർഷം 7ാം വർഷത്തെ എങ്ങനെ സെമിനാരി വിദ്യാർത്ഥിയാണ്. ഞാൻ ചോദിച്ചു യേശു ഏകരക്ഷയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അവരൊന്നും മിണ്ടുന്നില്ല. ഞാൻ 3 തവണ ചോദിച്ചു, ഉത്തരം തരുന്നില്ല. ഞാൻ പറഞ്ഞു വിഗ്രഹാർപ്പിത ഭക്ഷണം എന്താ അഭിപ്രായം, അത് തെറ്റാണോ ശരിയാണോ? അതിനിപ്പോൾ എന്താ കുഴപ്പം, അത് കഴിച്ചാൽ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു വചനത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, വിജാതിയർ ആരാധിക്കുന്നത് പിശാചിനെയാണെന്ന്. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. അപ്പോൾ 7ാം വർഷത്തെ സെമിനാരി വിദ്യാർത്ഥി, ഇനി ആകെ 4 വർഷമേ ഉള്ളൂ, ഈ 4-5 വർഷമേ ഉള്ളൂ ഇനി അച്ഛനാവൻ. അപ്പോൾ അച്ഛനാവൻ പോകുന്ന ഇടവകത്തെ അവസ്ഥ. അപ്പോൾ ഇതെന്താ മെയിൻ ഞാൻ മനസ്സിലാക്കുന്നത്, ഇതൊന്നും സെമിനാരിയിലെ ഫോർമേഷൻ ഒന്നും ബിഷപ്പുമാരൊന്നും അവരുടെ കയ്യിലാണല്ലോ ഇതൊക്കെ ഉള്ളത്, അവരൊന്നും വേണ്ട രീതിയിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഈ പറയുന്ന ബിഷപ്സും ഇതൊക്കെ യോഗ ചെയ്താലും കുഴപ്പമില്ല, യോഗയുടെ കാര്യം എക്സസൈസ് ചെയ്യും എന്ന് ചിന്തിച്ചിട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പോഴും റിലേറ്റീവ്സുമാണ്. എന്താണ്, നീ എക്സസൈസ് എന്ന് വിചാരിച്ചിട്ട് ചെയ്തോ പ്രശ്നമില്ല, എന്നാൽ നീ ഇത് യോഗയാണെന്ന് വിചാരിച്ച് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇതിനെ പറ്റിയിട്ട് എക്സോസിസ്റ്റുകൾ പറയുന്നത് തന്നെയാണ്, എന്താണ്, നിങ്ങൾ എങ്ങനെ ചെയ്താലും ഇത് സാധാരണ നിങ്ങളോട്ട് കയറാനുള്ള വഴിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഓണം വരാൻ പോകണം, ഓണത്തിന് ഇതിനെ പറ്റിയിട്ട് ഇതിനൊന്നും നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് നമുക്ക് ടീച്ചിങ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ടാറ്റു കുത്തരുത് എന്ന് നമുക്ക് CCCയിൽ കാണാൻ പറ്റില്ല, വചനത്തിലുണ്ട്, അത് അവർ ഒരേ പഴയ നിയമത്തിലുള്ളതല്ലേ എന്ന് പറയും. ഇത് ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം എന്ന ഇതിൽ അടങ്ങിയിട്ടുള്ളതാണ് വച്ച കുത്തരുത് എന്നുള്ളത്. ഇത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പോൾ യോഗ ചെയ്യുമ്പോൾ ഓരോ പൊസിഷൻസും ഓരോ ദേവതകളെ അല്ലെങ്കിൽ പാഗൻ ദൈവങ്ങളെ ആരാധിക്കുന്ന പൊസിഷൻസാണ്. സൂര്യദേവനെ, ഭൂമിദേവി, ഇതൊക്കെ. അത് നമ്മൾ മന്ത്രമൊന്നും ഉപയോഗിക്കണം എന്നില്ല. നമ്മളിപ്പോൾ പള്ളിയിൽ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, നമ്മൾ കരങ്ങൾ കൂപ്പുന്നു, നമ്മൾ നിൽക്കുന്നു, നമ്മൾ സാഷ്ടാംഗം കുമ്പിടുന്നു. ഈ ഓരോ സയൻസിന് ഓരോ അടയാളങ്ങൾക്ക് ഓരോ അർത്ഥമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇതും. അപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നമ്മുടെ കേരളത്തിലെ ഈ ഒരു കാത്തലിസം ഫോളോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്. കാരണം ഇതൊരു മിക്സഡ് പാഗൻ പ്ലസ് കാത്തലിസം പ്ലസ് പ്രൊട്ടസ്റ്റന്റിസം മിക്സഡ് കാത്തലിക് ഫെയ്ത്താണ് ഇവിടെ നമ്മൾ പിള്ളേർക്ക് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന പിള്ളേർ വേറെ മതസ്ഥരോട് കൂടെ പോയിട്ടില്ലെങ്കിൽ അത് അതിശയമുണ്ടോ? ഇസ്ലാം മതത്തിലോട്ട് നോക്കുക, അവിടെ അവർക്ക് അവരുടെ ഉസ്താദ് ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അതിനപ്പുറത്ത് അവർക്ക് വേറെ അഭിപ്രായമില്ല. പന്നി ഹറാമാണ്, പന്നി ഹറാം. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പന്നി ഹറാമാണ്. എന്നാൽ ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള രൂപതകളിലും ഇടവകളിലും പോയിട്ട് ഓരോ വൈദികനിടയ്ക്കിലും ഓരോ മെത്രനിടയ്ക്കിലും പോയിട്ട് വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിച്ചാൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പല അഭിപ്രായമായിരിക്കും. പക്ഷേ കത്തോലിക് ഫെയ്ത്ത് അങ്ങനെയല്ല, അങ്ങനെ ആയിരുന്നില്ല. ഇതിങ്ങനെ ആക്കി വെച്ചു, വെള്ളം ചേർത്ത് കുളമാക്കി രാവിലെ ഒഴിവാക്കി. ഇപ്പം വളരെ നന്ദി അപ്പോൾ മരിയാമ്മ, നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങിയില്ല, നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. ചൊല്ലിക്കോ. Ave Maria, gratia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe Rei.